നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിന്റെ വീണ്ടും വരവിന് ആകാശത്തിൽ അടയാളങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 29, 30, 31 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ മൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. നമ്മുടെ കർത്താവിന്റെ വീണ്ടും വരവിന്റെ പ്രധാന അടയാളങ്ങളിലൊന്ന് ആകാശത്തിൽ അടയാളമുണ്ടാകും എന്നാണ്. നമ്മുടെ കർത്താവ് അലറി വിളിച്ച് കാൽവറിയിൽ മരിച്ച സമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ദൈവമന്ദിര തിരശ്ശീല മേൽതൊട്ടടിയോളം 2ആയി ചിന്തിപ്പോയി. ദൈവപുത്രൻ മനുഷ്യന്റെ പാപത്തെ ചുമന്ന സമയത്ത് മനുഷ്യന്റെ യാതൊരു കരുണയും ലഭിക്കാതെ അവൻ ഏകനായി പിടഞ്ഞ് മരിച്ചത് കാണാൻ പ്രകൃതിക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ദൈവം പാപത്തെ ശിക്ഷിച്ച സമയത്ത് ഈ ഭൂമി ഇളകാൻ ഇടയായി. എന്നാൽ നമ്മൾ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇനി ഭൂമിയെ മാത്രമല്ല, കടലിനെയും കരയെയും ആകാശത്തെയും ഇളക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വീണ്ടും വരവിനോടനുബന്ധിച്ച് ആകാശത്തിൽ ലക്ഷ്യങ്ങളുണ്ടാകും എന്ന് മറ്റു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്ന് വായിക്കുന്നുണ്ട്. മേഘവിസ്ഫോടനം ഒക്കെ ആകാശത്തിലെ ശക്തികൾ ഇളകുന്ന കാര്യമാണ്. എന്നാൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. മിസ്രൈമിൽ, അതായത് ഫറവോന്റെ അല്ലെങ്കിൽ മിസ്രൈമരുടെ പാപം ഇസ്രായേലിന്റെ നേരെ കഠിനമായ ആ സമയത്ത് ഒരു ശിക്ഷ എന്ന വണ്ണം ദൈവം അയച്ച ബാധകളിൽ ഒന്ന് 3 ദിവസത്തെ കൂരിരുട്ടായിരുന്നു. സൂര്യൻ ഇരുണ്ടുപോകാനിടയായി. സ്പർശിക്കത്തക്ക ഇരുട്ട് എന്നാണ് നാം വായിക്കുന്നത്. ആരും ആരെയും കണ്ടില്ല. യേശു കാൽവറിയിൽ മരിച്ചപ്പോഴും അതുതന്നെയാണ് ഉണ്ടായത്. യേശു നരകം അനുഭവിക്കുകയായിരുന്നല്ലോ നമുക്ക് പകരം. അതുകൊണ്ട് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടാകാനിടയായി. പട്ടാപ്പകൽ സൂര്യൻ ഇരുണ്ടുപോകും എന്ന് പഴയ നിയമത്തിൽ ആമോസിന്റെയൊക്കെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് കാൽവറിയിൽ സംഭവിക്കുവാനിടയായത്. അത് ഭാവിയിൽ യേശുവിന്റെ വീണ്ടും വരവിനോടനുബന്ധിച്ച് സംഭവിക്കുമെന്നാണ്. മിസ്രൈമിൽ ഉണ്ടായതുപോലെ കൂരിരുട്ട് ഉണ്ടാകാൻ, സൂര്യൻ ഇരുണ്ടുപോകാൻ ഇടയാകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കാൻ ഇടയാകും, നക്ഷത്രങ്ങൾ അതിൻ്റെ ഗതി മാറുവാൻ ഇടയായി തീരും. അപ്പോൾ മനുഷ്യപുത്രൻ തേജസ്സോടുകൂടെ ദൂതന്മാരോടുകൂടെ ആകാശത്തിൽ വരും. അന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യത്തു നിന്നും, കിഴക്കുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും പടിഞ്ഞാറ് നിന്നും തൻ്റെ വൃതന്മാരെ താൻ ചേർക്കും എന്ന് പറഞ്ഞാൽ, തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്, ക്രിസ്തുവിൽ മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേൽക്കും. അവർ മരിച്ചിട്ട് എവിടെ അടക്കപ്പെട്ടാലും, അവരെ മണ്ണിൽ മറവ് ചെയ്താലും, അല്ല സമുദ്രത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കപ്പെടുകയായിരുന്നു എന്ന് വന്നാലും, അവരെ ദഹിപ്പിക്കുകയായിരുന്നു എന്ന് വന്നാലും, അവർ പക്ഷികൾക്ക് ആഹാരമായി തീരുകയായിരുന്നു എന്ന് വന്നാലും, എല്ലാം ഈ ഭൂഗോളത്തിലാണല്ലോ അവരുള്ളത്. അതുകൊണ്ട് ഈ ഭൂഗോളത്തിൽ നിന്നും അവർ ഉയർത്തെഴുന്നേൽക്കും. അവർക്കൊരു പുതിയ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കും. ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിനെ സ്നേഹിച്ച്
അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കുന്ന ആളുകൾ അവരോടൊപ്പം തേജസ്കരിക്കപ്പെട്ട് അവരെല്ലാം യേശുവിനെ പോലെയാകും. ഇക്കാര്യം മറുവമലയിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് തെളിയിച്ച് കാണിച്ചു ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ. യേശുവും പത്രോസും യോഹന്നാനും യാക്കോബും പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു. ഒരു തേജസ് ഉണ്ടായി. മോശയും ഏലിയാവും യേശുവും ഒരുപോലെയായി. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രമാണ്. യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ നമുക്കറിയാം, ഏലിയാവ് മരിക്കാതെ സ്വർഗ്ഗാരോഹണം ചെയ്ത ആളാണ്, മോശ മരിച്ചയാളാണ്. അപ്പോൾ ലോകത്തിൽ യേശുവിനെ വിശ്വസിച്ച് മരിച്ചവരുടെ പ്രതിനിധിയാണ് മോശ. യേശുവിനെ വിശ്വസിച്ച് മരിക്കാതെ ജീവിച്ചിരിക്കുന്നവരുടെ പ്രതിനിധിയാണ് ഏലിയാവ്. അപ്പോൾ യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ഇവരെല്ലാം യേശുവിനെ പോലെ മോശയായതുപോലെ, യേശുവിനെ പോലെ ഏലിയാവായതുപോലെ, യേശുവിനെ പോലെ തന്നെ വിശ്വസിക്കുന്നവരും യേശുവിനെ പോലെ വിശ്വസിച്ച് മരിച്ചവരുമായിത്തീരും. ഇതാണ് യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവർ, യേശു നമ്മെ വിളിക്കുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അല്ലെങ്കിൽ പാപരഹിതമായൊരു ആത്മീയ ജീവിതം നയിക്കുവാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് തന്ന്, നമുക്ക് ദൈവരാജ്യം തന്ന്, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ തരുവാൻ ആണ് യേശു ഈ ഭൂമിയിൽ വന്നത്, അല്ലെങ്കിൽ യേശു വീണ്ടും വരുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ കൈക്കൊണ്ട് ഈ അനുഗ്രഹത്തിന്റെ അവകാശികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളൊക്കെ ആകാശത്തിലും അല്ലെങ്കിൽ സൂര്യനിലും ചന്ദ്രനും നക്ഷത്രങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തലകളെ പൊക്കുവാൻ, യേശുവിനെ കൈക്കൊള്ളുവാൻ, മാനസാന്തരപ്പെടുവാൻ ദൈവം ഏവരെ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.